അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നാമൊക്കെയും ഫർദ് നമസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്ത് നമസ്കാരങ്ങളും നിർവഹിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. അഥവാ സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മുടെ വീടുകളിൽ വെച്ചാണ് നമസ്കരിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ, മദീനയിലെ മസ്ജിദുൻ നബവിയിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മുടെ വീടുകളിലാണ് നമസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യത്തോടെ, ശ്രേഷ്ഠതയോടെ പറഞ്ഞു പഠിപ്പിച്ചു തന്നത്. അഫ്ളലു സ്വലാത്തിൽ മർഇ ഫീ ബൈത്തിഹി ഇല്ലൽ മക്തൂബ. നിർബന്ധമല്ലാത്ത നമസ്കാരങ്ങൾ അഥവാ ഐച്ഛികമായ സുന്നത്തായ നമസ്കാരങ്ങൾ ഒരാൾ തൻ്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി അങ്ങനെയായിരുന്നു. സ്വഹാബത്തിൻ്റെ നടപടിക്രമവും ആ രീതിയിലായിരുന്നു. എന്നാൽ ചിലർ തെറ്റിദ്ധരിച്ചു, സുന്നത്ത് നമസ്കാരം ഫർദ് നമസ്കാരങ്ങളെപ്പോലെ പള്ളിയിൽ വെച്ച് തന്നെയാണ് നമസ്കരിക്കുന്നത് ഏറ്റവും ഉത്തമം, അഫ്ളൽ എന്ന്. ആ ധാരണ ശരിയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും പറഞ്ഞതും മാതൃക കാണിച്ചതുമൊക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. എന്നാൽ ചിലപ്പോൾ നമ്മുടെ ജോലി തിരക്കുകൾ കാരണമായി സുന്നത്ത് നമസ്കാരം നമുക്ക് പള്ളിയിൽ വെച്ച് നമസ്കരിച്ചില്ല എങ്കിൽ പിന്നീട് അത് നഷ്ടപ്പെട്ടേക്കും. വീട്ടിൽ വെച്ച് നമസ്കരിക്കാൻ സാധിച്ചെന്ന് വരികയില്ല, മറന്നുപോകും, തിരക്കുകളിൽ പെട്ടുപോകും. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് പള്ളിയിൽ വെച്ച് നമസ്കരിക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം ആ നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ ഉത്തമം പള്ളിയിൽ വെച്ചാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതല്ലെങ്കിൽ വീട്ടിൽ ചെറിയ കുട്ടികൾ ഉണ്ടായിരിക്കും. അവരുടെ ഒച്ചയും ബഹളവും ഒക്കെ കാരണമായി നമസ്കാരത്തിന് വേണ്ടത്ര ഏകാഗ്രതയും ഖുശൂഉം കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ അപ്പോഴും പള്ളിയിൽ വെച്ചാണ് അവർ സുന്നത്ത് നമസ്കരിക്കേണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം പള്ളിയാണ് ശ്രേഷ്ഠത എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയേക്കാൾ വീടുകളിൽ വെച്ച് സുന്നത്ത് നമസ്കരിക്കലാണ് ഉത്തമം എന്ന് പറയാൻ കാരണം? ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ 2-3 കാരണങ്ങൾ അതിൽ കണ്ടെത്തുവാൻ സാധിക്കും. ഒന്ന്, പണ്ഡിതന്മാർ ഉണർത്തിയതുപോലെ ലിഅന്നഹ അബ്അദു മിനർ റിയാ, ലോകമാന്യതയിൽ നിന്ന്, ആളുകളെ കാണിക്കുന്നതിൽ നിന്ന്, ഇഖ്ലാസിന് വിരുദ്ധമായ പ്രകടനപരതയിൽ നിന്ന് അത് ഏറ്റവും അകന്നു നിൽക്കും. കാരണം പള്ളിയിൽ വെച്ചാകുമ്പോൾ എല്ലാവരും കാണും നമ്മുടെ നമസ്കാരം, അവർ അറിയും. എന്നാൽ വീട്ടിൽ വെച്ചാകുമ്പോൾ ആരും അറിഞ്ഞുകൊള്ളണമെന്നില്ല, ഏറി വന്നാൽ വീട്ടുകാർ മാത്രം അറിയും. അതാണ് ഒന്ന്. രണ്ടാമത്തേത് തഅവീദു അഹ്ലിൽ ബൈത്തി അല സ്വലാ, വീട്ടുകാരെ നിസ്കാരത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു പ്രേരണയും പരിശീലനവും അതിലുണ്ട്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ, 3-4 വയസ്സൊക്കെയുള്ള കുട്ടികൾ, നമ്മളങ്ങനെ സുന്നത്ത് നമസ്കാരങ്ങൾ, ഫർളല്ലാത്ത നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ അവർ കൂടെ വന്ന് നിസ്കരിക്കുന്ന രീതി കാണാൻ കഴിയും. അപ്പോൾ അവരെ നിസ്കരിക്കാനുള്ള പ്രേരണയും പരിശീലനവുമൊക്കെ അതിലൂടെ നമുക്ക് നൽകാൻ സാധിക്കും. മൂന്നാമത്തൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ആ വിലക്കിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്. പ്രവാചകൻ പറഞ്ഞു, ലാ തജ്അലൂ ബുയൂതകും ഖുബൂറ, നിങ്ങളുടെ വീടുകളെ ഖബറിടങ്ങളെ പോലെയാക്കരുത്. ഖബറിൻ്റെ അടുക്കൽ നിസ്കാരങ്ങളില്ലാത്തതുപോലെ വീടുകളിൽ നിസ്കരിക്കാത്ത അവസ്ഥ, ഖുർആൻ പാരായണമില്ലാത്ത അവസ്ഥ ഉണ്ടാകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സുന്നത്ത് നമസ്കാരം നമ്മുടെ ഫർദ് നമസ്കാരങ്ങളിൽ വരുന്ന വീഴ്ചകളും കുറവുകളും നികത്തുന്ന, ധാരാളം പുണ്യം നമുക്ക് നേടിത്തരുന്ന, പദവികൾ ഉയർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ പൂർണ്ണതക്ക് ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.